ജാനകിയുടെ ഒരു സിദ്ധിയാണ് ഈ കൊച്ചുകുട്ടികളുടെ പാട്ട് പാടുക. കൊച്ചുകുട്ടികളുടെ പാട്ട് മാത്രമല്ല, കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പാടുക. താരാട്ട് പാട്ടിൻ്റെ വലിയൊരു സാമ്രാജ്യം തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊച്ചുകുട്ടികളുടെ കുസൃതി, ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത് ആലിപ്പഴം പെറുക്കാൻ, ഓർമ്മയുണ്ടോ ആ പാട്ട്? ഒന്ന് പഠിക്ക്. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ഇത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ അല്ലേ? ആ ഭിത്തിയിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നത്, അതിന് പറ്റിയൊരു പാട്ട്. അത് ഈ പാട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അല്പം കുട്ടിത്തം ചേർത്തിട്ടാണ് ജാനകി ഇത് പാടുന്നത്. ഒരു പ്രൊഫഷണൽ സിംഗർ എന്നുള്ള നിലയ്ക്കല്ല. ഒരു നഴ്സറി സ്കൂളിലെ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി പാടുമ്പോൾ അതിനകത്തൊരു കുട്ടിത്തരം കലർത്തി വിടുകയല്ല. അതാണ് ഈ പാട്ടിൽ അവർ ചെയ്തിരിക്കുന്നത്. പാട്ട് നിസ്സാരമാണെന്ന് തോന്നും, അത് എല്ലാവരും പാടിക്കഴിഞ്ഞാലൊന്നും അങ്ങനെ ശരിയാവില്ല. ഇപ്പോൾ പ്രശസ്ത ഗായികയാണ് MS സുബ്ബലക്ഷ്മി. ആലിപ്പഴം പെറുക്കാൻ എന്നുള്ള പാട്ട് അവർ പാടിയാൽ എങ്ങനെ ഇരിക്കും? അവർക്ക് പാടാൻ സാധ്യമല്ല. അത് കേൾക്കുമ്പോൾ തന്നെ അവർ പറയും മുടിയാതപ്പാ അന്ന് ജാനകിക്ക് കൂടെ എന്ന് പറയും. കാരണം അവർക്കറിയാം അവരുടെ തൊണ്ടയുടെ റേഞ്ചിൽ ഇത് നിൽക്കുന്ന സംഗതിയല്ല എന്നറിയാം. അപ്പോൾ അത് ഒരു വല്ലാത്ത സിദ്ധിയാണ്. വലിയൊരു റേഞ്ച്, വളരെ പ്രായമായവർക്ക് കേൾക്കാനുള്ള വിരഹ ഗാനങ്ങൾ അല്ലെങ്കിൽ തത്വചിന്ത അടങ്ങിയ ഗാനങ്ങൾ, പിന്നെ കൊച്ചുകുട്ടികൾക്ക് പറ്റിയ ഗാനങ്ങളും പാടും.